പുതിയ മദ്യനയത്തിന് അംഗീകാരം നൽകാതെ മന്ത്രിസഭാ യോഗം. കരട് നയത്തിലെ ചില നിർദ്ദേശങ്ങളിൽ മന്ത്രിമാർ എതിർപ്പുന്നയിച്ച സാഹചര്യത്തിലാണ് തീരുമാനമെടുക്കാതെ മാറ്റിവെച്ചത്. ടൂറിസം മേഖലയിലെ 4 സ്റ്റാർ 5 സ്റ്റാർ ബാറുകളിൽ ഡ്രൈ ഡേയിൽ മദ്യം വിളമ്പാൻ അനുമതി നൽകുന്ന നിർദ്ദേശത്തിലും കള്ളുചെത്ത് മേഖലയിലെ വ്യവസ്ഥയിലുമാണ് മന്ത്രിമാർ സംശയങ്ങൾ ഉന്നയിച്ചത്. വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത് നൽകും. ശ്രീജിത്ത്, ഗുഡ് ഈവനിംഗ്. പുതിയ മദ്യനയം വന്നപ്പോൾ പ്രതിപക്ഷത്തു നിന്ന് മാത്രമല്ല ഭരണപക്ഷത്തു നിന്നും എതിർപ്പ് ഉയർന്നിരുന്നു. ഇനിയിപ്പോൾ സർക്കാർ തീരുമാനം എങ്ങനെയായിരിക്കും? മദ്യനയത്തിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഉണ്ടാവുക? ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള മദ്യനയത്തിന് അംഗീകാരം നൽകലായിരുന്നു. മദ്യനയത്തിലെ വ്യവസ്ഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ടൂറിസം മേഖലകളിലെ 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലുകളിൽ ഡ്രൈ ഡേയിലും വ്യവസ്ഥകൾക്ക് വിധേയമായി മദ്യം വിളമ്പാൻ അനുവദിക്കാം എന്നതായിരുന്നു. അതായത് ടൂറിസം പരിപാടികളോ കൺവെൻഷനുകളോ മറ്റ് രാജ്യാന്തര സെമിനാറുകളോ ഉണ്ടെങ്കിൽ 50,000 രൂപ എക്സൈസിൽ കെട്ടിവെച്ച് അന്നത്തെ ദിവസം അവിടെ മദ്യം വിളമ്പാൻ അനുമതി നൽകുന്ന വ്യവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇതോടൊപ്പം തന്നെ കള്ളുഷാപ്പ് മേഖലയുമായി ബന്ധപ്പെട്ട ചില പരിഷ്കരണങ്ങളും ഈ കരട് നയത്തിലുണ്ടായിരുന്നു. ഈ രണ്ട് കാര്യങ്ങളിൽ തട്ടിയാണ് ഇന്ന് മദ്യനയത്തിൽ തീരുമാനമെടുക്കാൻ കഴിയാതെ പോയത്. ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളിൽ കുറച്ചുകൂടി ഇളവ് വേണം, സഹായകരമായ നിലപാട് വേണമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ആവശ്യപ്പെട്ടു. വ്യവസായ നിക്ഷേപം ആകർഷിക്കാനുള്ള പരിശ്രമങ്ങൾക്കാണ് ഇടയിലാണ് സംസ്ഥാന സർക്കാർ. അതുകൊണ്ട് തന്നെ വ്യവസായ നിക്ഷേപങ്ങൾക്ക് അനുയോജ്യമാകുന്ന തരത്തിൽ മദ്യനയത്തിലും മാറ്റം വരണമെന്ന് പി രാജീവും വാദിച്ചു. എന്നാൽ കള്ള് ഷാപ്പുകളിലെ ദൂരപരിധിയുടെ കാര്യത്തിൽ വ്യക്തത വേണമെന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ ആവശ്യപ്പെട്ടത്. ഈ ആവശ്യങ്ങൾ ഉയർന്നതോടുകൂടിയാണ് ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചർച്ച ചെയ്ത ശേഷം മദ്യനയത്തിന് അന്തിമ അംഗീകാരം നൽകിയാൽ മതിയെന്ന നിർദ്ദേശം മുഖ്യമന്ത്രി തന്നെ വെച്ചത്. അങ്ങനെയാണ് മദ്യനയത്തിന് അംഗീകാരം നൽകാൻ കഴിയാതെ ഇന്ന് മന്ത്രിസഭ പിരിഞ്ഞത്. ശരി, പുതിയ മദ്യനയത്തിലെ കരട് നിർദ്ദേശങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് മുഖ്യമന്ത്രിയെ അറിയിച്ചു. അപ്പോൾ പിന്നെ മന്ത്രിസഭയ്ക്ക് അംഗീകാരം കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഉള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി. ചെറിയ ചില മാറ്റങ്ങൾ വരുത്തി. വൈകാതെ ചിലപ്പോൾ പുതിയ മദ്യനയം വരും എന്നാണ്. മദ്യനയത്തിൽ ഇളവുണ്ടാവുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം അല്ലേ?